ममता का विष। ममता का विष नामक एकांगी വിഷ്ണു പ്രഭാകർ ദ്വാരാ ലിഖാ ഗയാ ഹെ. അപ്പോൾ വിഷ്ണു പ്രഭാകർ എന്ന എഴുത്തുകാരനാണ് മമത കാ വിഷ് എന്ന ഈ ഏകാംഗി എഴുതിയിരിക്കുന്നത്. विष्णु प्रभाकर ने साहित्य के विविध क्षेत्रों में अपना कलम चलाया है, जैसे कि कहानी, नाटक, ഏകാംഗി ആദി. ഇദ്ദേഹം കഥകളും നാടകങ്ങളും ഏകാംഗികളും ഒക്കെ എഴുതിയിട്ടുണ്ട്. വിഷ്ണു പ്രഭാകർ एक निर्देशक भी है. ഇദ്ദേഹം ഒരു ഡയറക്ടർ കൂടിയാണ്. നിർദ്ദേശക് എന്നാൽ ഡയറക്ടർ. इनको भारतीय ज्ञानपीठ पुरस्कार भी प्राप्त हुए. ഇദ്ദേഹത്തിന് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഉൻകി ശ്രേഷ്ഠ രചനായേ ഹെ അർദ്ധനാരീശ്വർ, ആവാര മസീഹ. ഇദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠമായ രചനകൾ ആവാര മസീഹയും അർദ്ധനാരീശ്വരും കൂടിയാണ്. നമുക്കിന്ന് പഠിക്കാനുള്ള മമത കാ വിഷ് എന്ന ഇദ്ദേഹത്തിൻ്റെ ഏകനാടകം അല്ലെങ്കിൽ ഏകാംഗിയാണ്. ममता का विष नामक एकांगी के शुरुआत में इस एकांगी का प्रमुख पात्र माँ अपने बेटे सुशील की तबीयत खराब होने पर दुखी दिखाई देती है. അപ്പോൾ ഈ ഒരു ഏകാംഗിയുടെ തുടക്കത്തിലുള്ള സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിലെ പ്രമുഖ കഥാപാത്രമായ സുശീൽ എന്ന ചെറുപ്പക്കാരൻ്റെ അമ്മ അവൻ്റെ അസുഖത്തെ തുടർന്ന് ദുഃഖിതയായി ഇരിക്കുന്നതാണ്. അപ്പോൾ സുശീൽ കോ തേസ് ബുഖാർ ഹെ, അവന് നല്ല തീവ്രമായ പനി അല്ലെങ്കിൽ ജലദോഷമാണ്. അപ്പോൾ അത് നല്ല കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മുടെ സുശീലുള്ളത്. സുശീൽ കോ 3 ബാർ ബുഖാർ ഉത്തർ കർ ചढ़ गया था. അപ്പോൾ സുശീലിന് 3 തവണ ഈ ഒരു ജലദോഷം വന്നിട്ട് അത് മാറിയിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് ഉണ്ടായിരുന്നത്. ഇസ് ബാത് കോ ലേക്കർ പുരേ പരിവാർ ദുഃഖി തേ. ഈ ഒരു കാരണത്താൽ തന്നെ അവൻ്റെ മുഴുവൻ ഫാമിലി മെമ്പേഴ്സും അല്ലെങ്കിൽ ഫാമിലി വളരെ ദുഃഖിതരായിരുന്നു. ഇസി ബീച്ച് മേ സുശീൽ की माँ के बड़े भाई की बेटी ചന്ദ വഹാ പർ ആ ജാത്തി ഹെ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സുശീലിൻ്റെ അമ്മയുടെ ജ്യേഷ്ഠൻ്റെ മകളായ ചന്ദ എന്ന പെൺകുട്ടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീന് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫാമിലിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെ മനസ്സിലാക്കാൻ സാധിക്കും. അവരെല്ലാവരും വളരെ സുശീലിൻ്റെ അസുഖത്തെ തുടർന്ന് വളരെയധികം ദുഃഖിതരായി ഇരിക്കുകയാണ്. തുടർന്നുള്ള പാഠഭാഗത്ത് സുശീലിൻ്റെ ഫാമിലിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സുശീൽ കി മാ ബാപ് കോ 14 ബേഠേ ഥേ. അപ്പോൾ സുശീലിൻ്റെ അച്ഛനമ്മമാർക്ക് 14 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഉസ്മേ സി 7 ബച്പൻ മേ ഹി ഗുസർ ഗയെ. അപ്പോൾ ഇതിൽ 7 മക്കൾ ചെറുപ്പത്തിൽ തന്നെ എന്തോ അസുഖത്തെ തുടർന്ന് മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ബാക്കി ബച്ചെ बेटों में से कुछ 3 बेटे बम पार्टी में भर्ती हो गए और कुछ अपने देश सेवा के लिए चले गए. वो लोग देश को अपनी बड़ी माँ कहते हैं. അപ്പോൾ സുശീലിൻ്റെ അമ്മയുടെ ആദ്യത്തെ 7 മക്കൾ അല്ലെങ്കിൽ ആ 14 മക്കളിൽ 7 മക്കൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി എന്ന് പറയുകയുണ്ടായി. ബാക്കി വന്ന മക്കളിൽ 3 പേര് ബം പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. പിന്നീടുള്ള കുറച്ച് മക്കൾ ദേശസേവ, അതായത് ആർമി റിലേറ്റഡ് കാര്യങ്ങൾക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആർമിയിൽ ജോയിൻ ചെയ്തു എന്ന് പറയുന്നു. ആ മക്കൾ തൻ്റെ ദേശത്തെ ബഡി മാ കേത്തെ. അപ്പോൾ അവർ ആ ഒരു തൻ്റെ ദേശത്തെയാണ് തൻ്റെ വല്യമ്മ എന്ന രീതിയിൽ കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സുശീലിൻ്റെ അമ്മയെ വിട്ട് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ചെറിയ മകൻ സുശീലാണ്. അപ്പോൾ അവനാണ് ഈ ഒരു പാരൻസിൻ്റെ കൂടെ ഇപ്പം ബാക്കിയുള്ളത്. ബാക്കി എല്ലാവരും ഇവരെ വിട്ടുപോയി എന്നാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ इसी बात को लेकर सुशील की माँ बहुत दुखी थे, क्योंकि 14 बेटे होने के बावजूद भी उनके पास अभी सिर्फ और सिर्फ उनके छोटे बेटा സുശീൽ ഹി ഹെ. ബാക്കി സബ് ലോഗ് ഉनको छोड़कर चले गए. അപ്പോൾ ബാക്കി എല്ലാവരും സുശീലിൻ്റെ അമ്മയെ വിട്ടുപോയി. ഇപ്പോൾ സുശീൽ മാത്രമേ അവരുടെ അടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ വളരെ ദുഃഖിതയാണ്. वो ये सोचते थे कि सुशील भी उनको छोड़कर चले जाएंगे. അപ്പോൾ അവർ ചിന്തിക്കാറുണ്ട് സുശീലും കുറച്ച് കഴിഞ്ഞാൽ ഇവരെ വിട്ടുപോകും എന്നൊക്കെ. इसलिए वह हमेशा कहते रहते हैं कि मेरा काम तो सिर्फ पाल पोस कर बड़ा करना ही है.
ബഡാ ഹോനെ പർ യേ സഭി ലോഗ് മുझे छोड़कर चला जाएगा. അപ്പോൾ ഈ കാരണത്താൽ തന്നെ സുശീലിൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്, എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പാൽ പോസ്കർ ബഡാ കർണ, ഇവരെ നല്ല രീതിയിൽ നോക്കി വളർത്തുക എന്നത് മാത്രമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവർ ഒക്കെ മുതിർന്നവരായി കഴിഞ്ഞാൽ ഇവരെന്നെ വിട്ടുപോകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏകാംഗിയുടെ ഇനി അടുത്ത സീൻ എന്ന് പറയുന്നത് സുശീലിനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഡോക്ടറും സുശീലിൻ്റെ അച്ഛനും സംസാരിക്കുന്നതാണ്. അപ്പോൾ സുശീൽ के डॉक्टर और उसके पिता आपस में बातचीत करते हुए हमें देखने मिलते हैं. वो लोग आपस में कह रहे थे कि इतने इलाज करने के बावजूद भी सुशील की बीमारी अब तक ठीक नहीं हुई. इस बात को लेकर डॉक्टर साहब बहुत ही ആശ്ചര്യചകിത് थे. അപ്പോൾ സുശീലിനെ ഇത്രയും നല്ല രീതിയിൽ ഇലാജ് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും സുശീലിൻ്റെ അസുഖം ഒരു ഇത്തിരി പോലും ഭേദമായില്ല, അല്ലെങ്കിൽ ഒരു മാറ്റം പോലും അവർക്ക് കാണാൻ സാധിച്ചില്ല. പകരം ഇത് നല്ല കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്തത്. ഈ കാരണത്താൽ തന്നെ സുശീലിൻ്റെ ഡോക്ടർ വളരെയധികം ആശ്ചര്യത്തോടെ ഇരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് ഇനിയും ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എന്ന് ഓർത്തിട്ട്. അതിനാൽ തന്നെ ഇദ്ദേഹം ഡിസൈഡ് ചെയ്യുകയാണ് ഇനി മുതൽ സുശീലിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ സുശീലിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെന്നും ഇന്ന് രാത്രി തന്നെ സുശീലിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുമെന്ന് സുശീലിൻ്റെ അച്ഛനോട് പറയുകയാണ്. അപ്പോൾ सुशील के पापा यह बात सुनकर सोचने लगते हैं कि क्या डॉक्टर साहब भी भूत प्रेत में विश्वास करने लगे हैं. അപ്പോൾ രാത്രി സമയത്ത് സുശീലിൻ്റെ വീട്ടിൽ വരാം, അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ സുശീലിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവനെ രാത്രി ഒബ്സർവ് ചെയ്യും എന്നൊക്കെ കേട്ടതും സുശീലിൻ്റെ അച്ഛൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനി ഡോക്ടറും ഈ ഭൂതപ്രേതങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ. പക്ഷേ ഈ ഒരു കാര്യത്തെ പൂർണ്ണമായും നിരസിച്ചുകൊണ്ട് ഡോക്ടർ പറയുകയാണ്, मैं तो भूत प्रेत में नहीं विश्वास करते, ये सब कुछ मनुष्य की काल्पनिकता है. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ മനസ്സുകളിൽ അവർ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന കാൽപ്പനികത മാത്രമാണ്, യഥാർത്ഥത്തിൽ ഭൂതപ്രേതങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഡോക്ടറിന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സുശീലിൻ്റെ അസുഖം ഭേദമാകാത്തത്. രാവിലത്തെ ടൈമൊക്കെ എന്തായാലും ഡോക്ടർ അവൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ ഒരു രാത്രി ടൈമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഡോക്ടറിന് അറിയില്ലല്ലോ. അപ്പോൾ ഡോക്ടർ ഡിസൈഡ് ചെയ്യുകയാണ് അന്ന് രാത്രി ഡോക്ടർ അവൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവനെ രാത്രി മുഴുവൻ ഒബ്സർവ് ചെയ്യും എന്ന്. അപ്പോൾ അടുത്ത സീനിൽ, ഈ ഒരു ഏകാംഗിയുടെ അടുത്ത സീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡോക്ടറും സുശീലിൻ്റെ അച്ഛനും കൂടി രാത്രി സമയത്ത് സുശീലിൻ്റെ റൂമിൻ്റെ പുറത്ത് നിന്ന് അവനെ നോക്കുന്നതായിട്ട്. അപ്പോൾ ഒരു ആധി രാത് കെ സമയം, അതായത് അർദ്ധരാത്രി സമയത്ത് സുശീൽ കെ കമറേ ഏക് ഛായാമൂർത്തി ദിഖ് പടി. അപ്പോൾ ഒരു അർദ്ധരാത്രി ആയ സമയത്ത് സുശീലിൻ്റെ മുറിയിൽ ഒരു ഛായാമൂർത്തി അല്ലെങ്കിൽ ഒരു നിഴൽ ഇങ്ങനെ വരുന്നതായിട്ട് അവർ കണ്ടു. യഹ് ഛായാമൂർത്തി സുശീൽ കെ പാസ് ജാത്തെ ഹെ ഔർ ഉസ്കോ കുച്ച് ദേർ ദേഖ്തേ രഹത്തെ ഹെ. അപ്പോൾ ഈ ഒരു നിഴൽ സുശീലിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം അവനെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. बाद में वह छायामूर्ति सुशील को चुंबन देकर उसके ऊपर लगे हुए चादर को हटा देते हैं और पास के खिड़की खोल देते हैं. അപ്പോൾ ഈ ഒരു ഛായാമൂർത്തി കുറച്ചു നേരം സുശീലിനെ നോക്കി നിന്നതിന് ശേഷം അവൻ്റെ നെറ്റിമേൽ ഉമ്മ കൊടുത്തിട്ട് അവൻ്റെ പുതപ്പ് എടുത്തു മാറ്റുകയാണ്. എന്നിട്ട് അടുത്തുണ്ടായിരുന്ന ജനൽ തുറന്നിടുന്നു. അപ്പോൾ ഈ ഒരു സുശീൽ നല്ല തേസ് ബുഖാറാണ്, അല്ലെങ്കിൽ നല്ല ജലദോഷം പിടിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പുതപ്പ് മാറ്റിയിട്ട് ജനൽ തുറന്നതോടെ നല്ല തണുത്ത കാറ്റ് വരാൻ തുടങ്ങി. അപ്പോൾ സുശീലിന് അതുമൂലം തന്നെ വളരെയധികം അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഉറക്കത്തിൽ അവൻ വല്ലാതെ തണുത്ത് വിറയ്ക്കുന്നതായിട്ട് ഡോക്ടറും അവൻ്റെ അച്ഛനും കണ്ടു. അപ്പോൾ इसके बाद वह छायामूर्ति ने सुशील के पास पड़े हुए उसकी दवा भरी शीशी के कौर खोल कर उसकी दवा को चिलमच्छी में उलट देते हैं.
അപ്പോൾ ഈ ഒരു ഛായാമൂർത്തി അല്ലെങ്കിൽ ഈ ഒരു നിഴൽ അടുത്തതായിട്ട് സുശീലിൻ്റെ അടുത്തുള്ള ആ ഒരു മരുന്ന് നിറഞ്ഞ ആ ഒരു മരുന്ന് നിറഞ്ഞ കുപ്പി എടുത്തിട്ട് അതിൻ്റെ കോർക്ക് ഊരിയതിന് ശേഷം മരുന്ന് മുഴുവൻ ചിൽമച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ബേസിൻ അതിലേക്ക് മറിച്ച് കളയുന്നതായിട്ട് അവർ കണ്ടു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഡോക്ടറിനും സുശീലിൻ്റെ അച്ഛനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ ഒരു കാരണത്താലാണ് സുശീലിൻ്റെ അസുഖം ഭേദമാകാത്തത് എന്ന് അവർ മനസ്സിലായി. അവർ പെട്ടെന്ന് തന്നെ ആ റൂമിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ റൂമിൽ കടന്നതും ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോവുകയാണ്. കാരണം ഈ ഒരു ഛായാമൂർത്തി മറ്റാരുമല്ല, സുശീലിൻ്റെ സ്വന്തം അമ്മ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരമ്മയും ഒരിക്കലും അറിഞ്ഞുകൊണ്ട് തൻ്റെ മകനെ കൊല്ലാൻ ആഗ്രഹിക്കുകയില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് സുശീലിൻ്റെ അച്ഛൻ പറയുകയാണ്, മാക്കി ഹാത്തോ സെ ഹി ബേട്ടേ കാ മൃത്യു. അപ്പോൾ അമ്മയുടെ കൈകൊണ്ട് തന്നെ മകൻ മരണപ്പെടാൻ പോവുകയാണ് ഇവിടെ. പക്ഷെ അറിഞ്ഞുകൊണ്ട് സുശീലിൻ്റെ അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് സുശീലിൻ്റെ അച്ഛൻ അറിയായിരുന്നു. കാരണം അവർക്ക് അവരുടെ മകൻ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു, അവനെ എത്രമാത്രം ഇവൻ്റെ അമ്മ സ്നേഹിക്കുന്നുണ്ടെന്ന് സുശീലിൻ്റെ അച്ഛൻ അറിയാം. പക്ഷേ അമ്മയുടെ സ്വാർത്ഥതയും അവരുടെ മാതൃത്വത്തിൻ്റെ ആ ഒരു മാതൃത്വം ഒരുപാടായതിൻ്റെ കാരണത്താൽ തന്നെ അവരുടെ മനസ്സ് അന്ധമായിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ അറിയാതെ ആ ഒരു മാനസികാവസ്ഥയിൽ തൻ്റെ മകനെ തന്നെ കൊല്ലാൻ മുതിരുകയാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ സുശീലിൻ്റെ അമ്മയുടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 14 മക്കളിൽ ആകെ അവശേഷിക്കുന്നത് ഈ ഒരു മകൻ മാത്രമാണ്. അവൻ മാത്രമേ ഇപ്പോൾ ഇവരുടെ കൂടെ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇവനും വിട്ടുപോകും എന്ന വിഷമത്താൽ അല്ലെങ്കിൽ ആ ഒരു മകൻ തൻ്റെ കൂടെ വേണമെന്ന സ്വാർത്ഥ ചിന്താഗതി കാരണമാണ് സുശീലിൻ്റെ അമ്മ ഇവനെ കൊല്ലാൻ മുതിർന്നത്. ഈ ഡോക്ടറിനെയും സുശീലിൻ്റെ അച്ഛനെയും ആ ഒരു സമയത്ത് അവിടെ റൂമിൽ കണ്ട നേരത്ത് സുശീലിൻ്റെ അമ്മ അലറി വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ അസുഖവും മാറും, ഇവൻ പഠിച്ച് ഡോക്ടറാവും, ഇവൻ ഷെഹർ മേ ഡോക്ടർ ബന്നെ കെ ബാദ് ഷെഹർ മേ ചലാ ജായേഗ മുझे छोड़कर എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ സുശീൽ ഡോക്ടർ ഭാഗം പഠിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഡോക്ടർ ആയതിനു ശേഷം ഇവൻ സിറ്റിയിലേക്ക് എന്നെ വിട്ടിട്ട് പോകും, എല്ലാവരും പോയതുപോലെ തന്നെ എന്നൊക്കെ ഇവൻ്റെ അമ്മ ആ ഒരു റൂമിൽ നിന്ന് പറയുകയുണ്ടായിരുന്നു. എന്നിട്ട് ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാതൃത്വത്തിൻ്റെ സ്വാർത്ഥ ഭാവത്തെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം തന്നെ സുശീലിൻ്റെ അച്ഛൻ ഇവൻ്റെ അമ്മയെ അവിടെ നിന്നും മാറ്റുന്നു. അങ്ങനെ ഡോക്ടർ സെപ്പറേറ്റ്ലി ഈ ഒരു സുശീലിനെ ചികിത്സിക്കുന്നു. എന്നിട്ട് അവൻ്റെ അസുഖം ഭേദമാവുന്നുണ്ട്. ഇതിനാൽ തന്നെ ഈ ഒരു അമ്മയുടെ സ്വാർത്ഥ സ്വഭാവത്തിനെ ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം തന്നെ ഈ കഥയുടെ ഹെഡിങ് മമത കാ വിഷ് എന്ന ഈ ഒരു ഹെഡിങ് ഇതിന് സാർത്ഥകമാണ്, അല്ലെങ്കിൽ ഇതിന് സ്യൂട്ടബിൾ ആണ്. കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്മയുടെ മാതൃത്വം അമിതമായതിനെ തുടർന്നുണ്ടാവുന്ന സ്വാർത്ഥ ചിന്താഗതിയും അതുമൂലം അവരുടെ മക്കൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയുമാണ് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. So if you find this video useful, don't forget to subscribe my channel and click the like button.